നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സർ, ഞാൻ പറയുന്നത് വല്യമ്മ എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയത്? പറഞ്ഞത് നന്നായേ ഉള്ളൂ മോളെ. മാനസ ഇപ്പൊ കിട്ടണമെന്ന് പറഞ്ഞവര് പോയ പോക്ക് കണ്ടോ? ഇനി അവര് മാനസ എന്തായാലും ഉപദ്രവിക്കാൻ ശ്രമിക്കില്ല. വല്യമ്മ, ഇതിപ്പോ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ലക്ഷണോ? ഒന്നും സംഭവിക്കില്ല, നമുക്ക് നോക്കാലോ. പുലിയെ പോലെ വന്നവര് എലിയെ പോലെ പോയത് കണ്ടില്ലേ? മോള് ധൈര്യമായിട്ടിരിക്ക്. ഇതോടെ ഇതിനെല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാവുമല്ലോ. മോള് വാ, വീട്ടിൽ കയറി എന്റെ സാരി എടുത്തിട്ട് വേണം പോവാൻ. അല്ലെങ്കിൽ ജയനിർമ്മൽ ഇനിയും പ്രശ്നം ഉണ്ടാക്കും. വാ. എന്താടാ ഞാൻ കേൾക്കുന്നേ? എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ലല്ലോ. അച്ഛാ, ഞാൻ പറഞ്ഞില്ലേ അച്ഛാ, ഭാവന എന്തോ മറക്കുന്നുണ്ടെന്ന്. എന്നിട്ട് നീ എന്തിനാ ഭാവനയും ജാനകിയും ഒറ്റ അയാളുടെ അടുത്ത് പറഞ്ഞു വിട്ടെ? അച്ഛൻ അറിയാലോ ഭാവനയുടെ ക്യാരക്ടർ. ഓരോ കാര്യവും അവൾ ആലോചിച്ച് ചെയ്യൂ. ഇവിടെ അങ്ങനെ തന്നെയാ. വേണമെങ്കിൽ ഇപ്പോഴും അവൾക്ക് പറയാതിരിക്കാമായിരുന്നു. എന്നോട് പറഞ്ഞാൽ ഞാൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇതുവരെ അവൾ എന്നോട് പറയാതിരുന്നത്. എന്തായാലും എനിക്ക് തന്നെ ഇത് കേട്ടിട്ട് എന്തോ പോലെ തോന്നണ്ട. ആ മഹേന്ദ്ര ശർമ്മയും ഭാര്യയും കരുതി കൂട്ടി തന്നെ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ. അതെ അച്ഛാ, സുനിൽ എവിടെയാണെന്ന് മാനസിക്ക് അറിയാവുന്ന അയാൾ പറയുന്നതെന്ന് ഭാവന പറയുന്നത്. ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല മോനെ. ഭാവന വന്നിട്ട് നീ തന്നെ അവളോട് സംസാരിക്കണം. എന്നിട്ട് ആ മഹേന്ദ്ര ശർമ്മയും നീ പോയൊന്ന് കാണുകയും വേണം. ആദ്യം ഭാവന വരട്ടെ അച്ഛാ. ഇതൊക്കെ നിയമപരമായിട്ട് നേരിടേണ്ട കേസാ. എന്തായാലും ഭാവനയ്ക്കൊന്നും സംഭവിക്കാതിരുന്നത് നന്നായി. സുനിൽ എവിടെയാണെന്ന് ഇനിയിപ്പോ മാനസിക്ക് അറിയാമോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത് അവളോട് തന്നെ ചോദിക്കണം. ചോദിച്ചാലും സത്യം പറയില്ലല്ലോ അച്ഛാ. നമ്മൾ അറിയാത്ത എന്തൊക്കെയോ ദുരൂഹതകൾ ഇതിന് പിന്നിലുണ്ട്. എടാ, നീ എന്തായാലും ഇതത്ര നിസ്സാരമായിട്ട് കാണണ്ട. ഭാവനയും ജാനകിയും വന്നിട്ട് നീ സംസാരിക്കേ. തൽക്കാലം നമ്മൾ ഈ വിഷയം സംസാരിച്ചതായിട്ട് പറയണ്ട. ഭാവനയ്ക്ക് ആരിലെങ്കിലും ഒരു സംശയം തോന്നിയാൽ പിന്നെ ആ സംശയം ക്ലിയർ ആക്കിയിട്ടേ അവള് പിന്മാറൂ. ഇവിടെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നതോ അതാ. മാനസയുടെ കാര്യത്തിൽ അവൾക്ക് എന്തോ സംശയമുണ്ട്. ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണം മോനെ. അതിന് ഭാവന തന്നെ ഇറങ്ങുന്നതാ ബുദ്ധി. നമുക്കാണെങ്കിൽ ചിലപ്പോ കൈമെനക്കെടുത്തേണ്ടി വരും. ഭാവനയാവുമ്പോ അതെല്ലാം ബുദ്ധിപൂർവ്വം നേരിട്ടോളൂ. മാനസയോട് ഞാൻ എന്തെങ്കിലും ചോദിക്കണോ അച്ഛാ? ഏയ്, അത് വേണ്ട. ഭാവന വരട്ടെ, എന്നിട്ട് അവളോട് ആലോചിച്ചിട്ട് ചെയ്യാം നമുക്ക്. എന്തായാലും ആ മഹേന്ദ്ര ശർമ്മയും ഭാര്യയും ഭാവനയെ വെറുതെ വിട്ട സ്ഥിതിക്ക് അവര് പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടാവും. അല്ലാതെ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള ധൈര്യമൊന്നും അവർ കാണിക്കില്ല. ഇനി അമ്മയോട് മാനസ എന്തെങ്കിലും പറഞ്ഞിരിക്കുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. എന്തൊക്കെയായാലും ഭാവന തന്നെ ഓരോന്നായിട്ട് പുറത്തു കൊണ്ടുവന്നോളും പോനെ. അക്കാര്യത്തിൽ അവള് മിടിക്കുക. നീ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാ മതി. ശരി അച്ഛാ. എന്തായാലും അവര് വരട്ടെ. പിന്നെ നിന്റെ അമ്മയുടെ സാരി ജാനകി എടുത്തു എന്ന് പറഞ്ഞിട്ട് അവളൊന്ന് പരാതി പറയണ്ടായിരുന്നു. എന്ത് ചെയ്യാനാ, രണ്ടും കണക്കാ. ഒരല്പമെങ്കിലും മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് ചോദിക്കാതെ എന്റെ സാരി എടുത്ത് കൊടുക്കുമായിരുന്നു അവള്. അവർക്ക് അത്രയ്ക്കുള്ള വിവരം ഉള്ളൂ ആന്റി. ആന്റിയുടെ സ്ഥാനത്ത് മറ്റു വല്ലവരും ആയിരുന്നെങ്കിൽ ആ സമയത്ത് തന്നെ അഴിച്ചു വെക്കാൻ പറയുമായിരുന്നു. ആന്റി, ജാനകി ആന്റിയുടെ വരവിന് പിന്നില് മറ്റെന്തോ ഉദ്ദേശമുണ്ട്. എന്റെ മുറിയിലെ കയറിയും പരിശോധന നടത്തിയില്ലേ? നിന്റെ മുറി കയറിയത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്.
എന്തായാലും അവൾ ഇങ്ങോട്ട് വരട്ടെ. എന്താ അവളുടെ ഉദ്ദേശം എന്ന് എനിക്ക് അറിയണം. ഇത്ര ധൃതി പിടിച്ച് രണ്ടുപേരും കൂടെ പുറത്തു പോയതുകൊണ്ട് എന്തോ ഗൗരവമായ വിഷയമുണ്ട്. ആന്റി, സൂര്യ ഇവിടെ ഉണ്ടായിട്ടും അവര് മാത്രം പോയത് എന്തിനാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. സൂര്യ പിന്നെ അവള് പറയുന്നല്ലേ വിശ്വസിക്കൂ. എന്റെ ബലമായ സംശയം ഭാവനയെ കാണാതായതും അവള് തിരിച്ചു വന്നതും ഇപ്പൊ അവര് പുറത്തു പോയതും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന. ഭാവനയുടെ സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ അവള് സത്യം കണ്ടുപിടിച്ചിട്ടേ അടങ്ങും. ഒരു കാര്യത്തിൽ ഭാവനയെ വിശ്വസിക്കാം. മറ്റുള്ളവർക്ക് ദോഷം വരുന്നതൊന്നും ഭാവനയുടെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. പക്ഷേ ജാനകി ആന്റി കൂടെ ഉള്ളതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ലല്ലോ ആന്റി. ആരുണ്ടെങ്കിലും ഭാവന എടുത്തു ചാടി ഒന്നും ചെയ്യില്ല. ഞാൻ അവൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നൊന്നുമല്ല, അവളുടെ ക്യാരക്ടർ അങ്ങനെയാ. അല്ല, ഞാൻ ആലോചിക്കുന്നത് മോള് പറഞ്ഞ കാര്യോ. സൂര്യ ഇവിടെ ഉണ്ടായിട്ടും അവളെന്തിനാ ജാനകിയെ കൂട്ടി പോയത്? ആന്റി, അതാ ഞാൻ പറഞ്ഞത്. സൂര്യയോട് പറയാത്ത എന്തോ കാര്യത്തിനാണ് അവര് പോയത്. ആന്റി, നമുക്ക് സൂര്യയോട് തന്നെ പോയി ചോദിച്ചാലോ? അതൊന്നും വേണ്ട മോളെ. അവൻ വേണമെങ്കിൽ ചോദിക്കും ഭാവന എനിക്ക് സംശയമാണോന്ന്. എന്തായാലും അവര് വരട്ടെ. അല്ല മോളെ, ഞാൻ ചോദിക്കുന്നോണ്ട് മോൾക്കൊന്നും തോന്നരുത്. എന്താ ആന്റി? നിന്റെ മുറി കയറി ജാനകി എന്തോ പരിശോധിച്ചു എന്ന് പറഞ്ഞില്ലേ? അതെ ആന്റി, ആന്റിയും കണ്ടതാണല്ലോ. അതിനുശേഷവും ജാനകി ആ റൂമിൽ വന്നോ? ആ, വന്നിട്ടുണ്ടാവും ആന്റി. ഞാൻ വെച്ചിരുന്ന പലതിനും സ്ഥാനമാറ്റം സംഭവിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ജാനകിക്ക് ആവശ്യമുള്ളത് എന്തോ നിന്റെ മുറിയിലുണ്ടായിരിക്കണം. അതറിയാവുന്ന ഭാവനയാവും ജാനകിയെ പറഞ്ഞു വിട്ടത്. പറ മോളെ, ഇനി ഞങ്ങളോട് ആരോടും പറയാത്ത വല്ല രഹസ്യവും നിന്റെ മനസ്സിലുണ്ടോ? ഈ ആന്റി മോളെ സംശയിച്ചൊന്നുമല്ല. ചിലതൊക്കെ കാണുമ്പോ ചോദിച്ചു പോകുന്നതാ. അങ്ങനെയൊന്നും ഇല്ല ആന്റി. എനിക്ക് നിന്നെ വിശ്വാസമാ, എന്നാലും അറിഞ്ഞിരിക്കണമല്ലോ. ദേ അവള് വരുന്നുണ്ട്. ശരിയാക്കി തരാം.